പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ലോകത്തില് നമ്മളും നമ്മുടെ മക്കളും ജീവിക്കുമ്പോൾ ഒത്തിരിയേറെ അപകടകരമായ പൈശാചികതകള് കടന്നു വരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഒരു തിരിച്ചറിവും അപകടകരമായ പൈശാചികമായ സാന്നിധ്യങ്ങളും മനസ്സിലാക്കാനും അറിയാനും നമുക്ക് സാധിക്കും. എന്നുവെച്ചാൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു കാര്യം, കൊറിയൻ പിശാചും അതുമായിട്ട് ബന്ധപ്പെട്ട് മക്കളെ സ്വാധീനിച്ചിരിക്കുന്ന വലിയൊരു സ്വാധീനത്തെ കുറിച്ചുമാണ്. ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടു, നമ്മുടെ അടുത്ത് ഒരു പെൺകുട്ടി കൊറിയക്കാരൻ ചെറുക്കനുമായിട്ട് ഓൺലൈൻ പ്രേമബന്ധം, അവൻ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു എന്നുള്ള ഒരു വാർത്ത കിട്ടിയിട്ട് നമ്മുടെ കൊച്ച് നമ്മുടെ നാട്ടില് പോയി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്ത. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിന് പുറത്ത് ഒരു 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഇന്നലെ ദീപിക പേപ്പറില് ആ പെൺകുട്ടികളുടെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു, കൊറിയൻ ഗെയിമുകള്, കൊറിയൻ സംസ്കാരത്തിന്റെ ചില പൈശാചികതകള് നിരോധിക്കണമെന്ന് പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത ഇറക്കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന വലിയൊരു പിശാചാണ് ഈ കൊറിയൻ പിശാചെന്ന് എന്റെ ഭാഷയിൽ പറയുന്നത്. ഈ കോവിഡ് കാലത്ത് കഴിഞ്ഞപ്പോ അനേക മക്കളെ സ്വാധീനിച്ച ഒരു വലിയൊരു പൈശാചികതയാണ് കെ ഡ്രാമ, കൊറിയൻ ഡ്രാമ. അതിങ്ങനെ വന്നിട്ട് അനേക മക്കള് ഈ കൊറിയൻ ഡ്രാമ എന്ന് പറഞ്ഞ കൊറിയക്കാരായ പെൺകുട്ടികള്, ആൺകുട്ടികള്, യുവമക്കള്, അവരുടെ പ്രേമങ്ങള്, കൗമാരക്കാര്, അവരുടെ പ്രേമങ്ങള്, പ്രേമത്തിന്റെ ലീലാവിലാസങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അവരുടെ ഒരു പ്രത്യേക കളർ ടോണുണ്ട്. അവിടെ ഒരു സൗന്ദര്യമായ ഒരു അവരുടെ കളറും ആ ടോണും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആകർഷണങ്ങൾ. അനേക മക്കള് കൊറിയയിലേക്ക് ആ നാളുകളൊക്കെ കൊറിയയിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ച മക്കളും കൊറിയക്കാരെ പോലെ ആകാൻ വേണ്ടി അവരുപയോഗിക്കുന്ന കോസ്മെറ്റിക്സ്, അവരുപയോഗിക്കുന്ന വസ്തുക്കള്, കൊറിയക്കാരായിട്ടുള്ള പിള്ളേര്. നമുക്കറിയാം, ഓരോ രാജ്യത്തിനും അവരുടെ കാലാവസ്ഥയുണ്ട്, സ്കിൻ ടോൺ ഉണ്ട്, കളർ ടോൺ ഉണ്ട്, ഇതൊക്കെയുണ്ട്. നമ്മുടെ നാട്ടിലെ യുവമക്കള് അവരെ പോലെ ആകാൻ വേണ്ടി നടക്കോ? ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതനുസരിച്ച്, മനസ്സിലാക്കിയനുസരിച്ച്, ഈ കൊറിയക്കാരായിട്ടുള്ള മക്കൾക്ക് ജോലി കിട്ടണമെങ്കിൽ നല്ല ഷേപ്പും നല്ല സൗന്ദര്യം വേണം. അതിനുവേണ്ടി അനേക മക്കള് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് മുഖം ഭയങ്കര ഗ്ലേസിംഗ് ആക്കി മാറ്റി, ബ്യൂട്ടിഫുൾ ആക്കി മാറ്റി. അതിന്റെ പേരിൽ അവിടുത്തെ യുവതലമുറ ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. പുറമെ കാണുന്ന നാടകവും, പുറമെ കാണുന്ന പരസ്യവും, പുറമെ കാണുന്ന സിനിമകളുമല്ല യഥാർത്ഥത്തിലുള്ള ജീവിതം. അവിടെ പെൺകുട്ടികൾക്ക് വലിയ സ്ഥാനോ അല്ലെങ്കിൽ ഒത്തിരിയേറെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ്. അതൊന്നുമല്ല ഡ്രാമയിലും സിനിമയിലും കാണുന്ന. ഇത് കണ്ടിട്ട് നമ്മുടെ മക്കള് അത് ആകർഷിക്കപ്പെട്ട്, ഞാൻ പറഞ്ഞില്ലേ, കൊറിയയിലേക്ക് പോയി കൊറിയക്കാര് ചെറുക്കന്മാരെ കെട്ടാൻ വേണ്ടി നടക്കുന്ന പെൺകുട്ടികൾ. നമ്മുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് കുറെ കേസുകൾ തന്നെ വന്നിട്ടുണ്ട്. കെ ഡ്രാമ കണ്ട് അതിലടിമപ്പെട്ട് ഈ പ്രേമത്തിൽ കുരുങ്ങി, പിന്നെ കൊറിയൻ പ്രോഡക്ട്സ്, കൊറിയൻ കോസ്മെറ്റിക്സ്, പിന്നെന്താ പറയാ, ഒച്ചിന്റെ സിറം, സെനൈൽ സിറം, ഇത് കൊറിയക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഈ തൊലിയൊക്കെ ഇങ്ങനെ ഗ്ലേസാക്കാൻ വേണ്ടി അവര് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പല കാര്യം. പിന്നെ അവരുടെ ഒറിജിനൽ ഒരു വൈറ്റ് കോമ്പിനേഷൻ. ഈ മക്കള്, നമ്മുടെ മക്കൾ അനേകം പേര് നശിച്ചുപോയി. അതോടൊപ്പം തന്നെ കൊറിയൻ ബാൻഡ് പാട്ടുകള്, ഇതൊക്കെ എങ്ങനെയോ ഇന്ന് ലോകത്തിലേക്ക് വന്ന് യുവതലമുറയെ സ്വാധീനിച്ച് അത് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം. വല്ല ബോധം ഉണ്ടെന്ന് ഓർത്തേക്ക്. കൊറിയക്കാരന് ഓൺലൈനിലൊരു ഫ്രണ്ട് ഉണ്ടായി, അവനെങ്ങാണ്ട് അവിടെ വണ്ടി അടിച്ച് മരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾ കേരളത്തിൽ ആത്മഹത്യ ആണെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ അവരെ പോലെ ജീവിക്കാൻ വേണ്ടി കൊറിയ പോലെ ആഗ്രഹിക്കുന്ന മക്കൾ, കൊറിയക്കാരെ പോലെ ആകാൻ വേണ്ടി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അവരെ പോലെ ഉപയോഗിക്കുന്നവര്, അത് മാർക്കറ്റാക്കി മാറ്റുന്ന എന്തൊക്കെയോ പൈശാചികത. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കെ ഡ്രാമയും കൊറിയൻ ബാൻഡും കൊറിയൻ സിനിമകളും കൊറിയൻ കോസ്മെറ്റിക്സും കൊറിയൻ സ്വാധീനങ്ങളും ഇന്ന് നമ്മുടെ യുവമക്കളെ ഒത്തിരി സ്വാധീനിച്ചിരിക്കുമ്പോ അപകടകരമായ ഒരു പൈശാചികത ഇന്ന് വരുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഒരു കളർ ടോൺ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അതിന് പ്രാധാന്യം കൊടുക്കുക, മറ്റുള്ളതിനെ അനുകരിച്ച്
മറ്റുള്ളതിനെ അനുകരിച്ച് പോകാൻ പാടില്ല. നമ്മുടെ മക്കള് ഇന്ന് നമ്മുടെ മക്കൾക്കൊക്കെ കോസ്മെറ്റിക്സും മുഖമൊക്കെ അങ്ങോട്ട് ഗ്ലേസ് ആക്കാൻ വേണ്ടി എന്തെല്ലാം വലിച്ചു വാരി തൂക്കണേ, എന്തെല്ലാം. ഞാൻ ഒത്തിരി മക്കൾ എനിക്കറിയാം ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് മുട്ടിയിട്ട് പിന്നെ ഗ്ലോസ് ഇടിച്ച് പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ വലിച്ചു വാരി തൂത്ത് എന്ത് പ്രദർശിപ്പിക്കാൻ. നമുക്ക് ദൈവം തന്ന ആ ഒരു കളർ ടോണും ഒരു എണ്ണമയും ആ ഒരു സ്കിൻ ടോണും അതൊക്കെയാണ് അതിന്റെ ബ്യൂട്ടി. അതിനെ വർദ്ധിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും ശ്രമിക്കുമ്പോ അതിൽ തന്നെ ഒരു വലിയ പൈശാചിക സ്വാധീനമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ചില സംഭവങ്ങളാണ് ഈ പൈശാചികമായ വശീകരണ യന്ത്രങ്ങളും പ്രേമക്കുരുക്കുകളും അതിന്റെ പേരിൽ ആത്മഹത്യകളും ഈ സൗന്ദര്യവർദ്ധകത്തിന് വേണ്ടി പൈസ മുടക്കാണ്. ഞാൻ ഈ സ്നേഹ സിറത്തിനൊക്കെ വില വെച്ചിട്ടുണ്ട് വിദേശത്തൊക്കെ പോകുമ്പോ. 4500 ഇത്ര കുപ്പിക്ക് 4000-5000 രൂപയ്ക്ക് വില. ഞാൻ ഇതൊക്കെ വാങ്ങിച്ച് നമ്മുടെ മക്കള് അവരെ ഉപയോഗിക്കുന്ന സ്പ്രേകള്, അവരുപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കുകള്, അവരുപയോഗിക്കുന്ന വസ്തുക്കള് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ യുവതലമുറ അവരെ പോലെയാകാൻ നടക്കും. എന്തൊരു പിശാചെന്നോർത്തേക്ക്. കേഡ്രാമ കണ്ട് നശിച്ചു പോയ ഒത്തിരി കൗമാരക്കാര് യുവത്വത്തിലെ മക്കളെ അച്ഛൻ അറിയും വ്യക്തിപരമാണ്. പിന്നെ ഇവിടെ വരുമ്പോ കണ്ടുള്ള പ്രേമങ്ങള്, അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, പ്രേമ പ്രകടനങ്ങള് ഇതൊക്കെ പോയി പിന്നീട് നശിച്ചു പോയ മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ പൈശാചികമായ കുറിയൻ പിശാച് എന്ന് അച്ഛന്റെ വാക്കി പറയാം. കുറിയൻ പിശാചും നമ്മുടെ മക്കൾ, അനേക മക്കളെ സ്വാധീനിച്ചിരിക്കുന്ന ഈ കേഡ്രാമയ്ക്ക് അടിമപ്പെട്ടു പോയ മക്കള് അതിങ്ങനെ കണ്ട് ഈ കൊറിയക്കാരെ കണ്ട് അവരുടെ സൗന്ദര്യം കണ്ട് അവരുടെ പ്രകടനങ്ങൾ കണ്ട് അവരുടെ പ്രേമത്തിന്റെ പ്രകടിപ്പിക്കല് ചുംബനങ്ങളും മറ്റ് രംഗങ്ങളും കണ്ട് അതുപോലെ നശിച്ചു പോയ മക്കളെ പഠിപ്പിക്കാം. മക്കളെ ഇങ്ങനെ ഒത്തിരി തിന്മയുടെ സ്വാധീനങ്ങൾ കയറി നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനെ നിരോധിക്കാനോ അതിനെ തടയാനോ ഒരു ഗവൺമെന്റും ഇല്ല, ഒരു അധികാരികളും ഇല്ല, ഒരു വഴികളുമില്ല. നമ്മൾ തന്നെ മനസ്സിലാക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കളോട് പറഞ്ഞു കൊടുക്കുക. യഥാർത്ഥമായി നമ്മുടെ ശരീരം ദൈവത്തിന്റെ അറിയോ. ഇതിനെ പ്രദർശിപ്പിക്കാനുള്ളതല്ല. ഇതെന്തിനാ പ്രദർശിപ്പിക്കണേ? ആരെ കാണിക്കാൻ? ഇന്ന് കോസ്മെറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്തിനു വേണ്ടി നോക്കൂരൊക്കെ വരും, അതെന്റെ വഴിക്ക് പോകും. അത്യാവശ്യം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാം. അതുകൊണ്ട് കൊറിയക്കാരെ പോലെ ആകാൻ വേണ്ടി കൊറിയൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാന്ന് പറഞ്ഞ എന്ത് മണ്ടത്തരം ലോജിക്ക. പക്ഷെ പിശാച് 2 കൊരിന്തോസ് 4:4 പറഞ്ഞ പോലെ ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കി, നമ്മുടെ അനേക മക്കളെ കണ്ണുകെട്ടി അന്ധമാക്കി ഈ വക പിശാചുക്കൾ കൊണ്ടുപോയി നശിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ കരങ്ങൾ വിരിച്ച് യഥാർത്ഥമായൊരു തിരിച്ചറിവിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് ഈ ജ്ഞാനം കിട്ടട്ടെ, സത്യം അറിയട്ടെ, യഥാർത്ഥമായ കാര്യങ്ങൾ അറിയട്ടെ. അവരുടെ അവസ്ഥകൾ അവിടെ കണ്ട് കൊറിയൻ പിള്ളേര് കഷ്ടപ്പെടുക. ഈ വക കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട് സൗന്ദര്യം ജോലി കിട്ടത്തില്ല. അതുകൊണ്ട് അവർ അതിനുവേണ്ടി ഇങ്ങനെയുള്ള കാര്യം കാണിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിലൂടെ മാർക്കറ്റിങ്ങും ഇതുള്ള കച്ചവടങ്ങളൊക്കെ നടത്തുമ്പോൾ അത് ചെന്നപ്പെടാതിരിക്കാൻ ദൈവത്തിന്റെ മക്കൾക്കിടയാകണം. പ്രാർത്ഥിക്കാം മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ തിരിച്ചറിവ് നൽകട്ടെ. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പിന്നാലെ പോയി പിശാചിന്റെ സന്തതികളായി തീർന്ന് ജഡത്തെ പ്രദർശിപ്പിച്ച് ദൈവാലയത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ അനേക മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കണം. കേഡ്രാമയും കൊറിയൻ ബാൻഡും കൊറിയൻ ഉൽപ്പന്നങ്ങളും കൊറിയൻ സൗന്ദര്യ വസ്തുക്കളും കൊറിയക്കാരുമായുള്ള ബന്ധങ്ങള്, അനേക മക്കള് കൊറിയക്കാരുമായുള്ള ചെറുപ്പക്കാരുമായുള്ള ഓൺലൈൻ ബന്ധങ്ങള്. ഇത് കൊറിയക്കാരാണോ എന്ന് പോലും അറിയാൻ പാടില്ല. ഇതിന്റെ പിന്നിലും ഒരു നിഗൂഢ ശക്തി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പലരും സംശയിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. അതും ഉണ്ടാകും. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് പ്രകാശം തരട്ടെ. നമ്മുടെ മക്കളെ കർത്താവിന്റെ ജ്ഞാനവും സത്യവും യഥാർത്ഥ വഴിയിലേക്ക് നയിക്കട്ടെ. പ്രാർത്ഥിക്കാം മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. അപകടകരമായ പൈശാചിക ശക്തികൾ കൊണ്ട് അനേക പ്രലോഭനങ്ങളും ആധിപത്യങ്ങളും വശീകരണങ്ങളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില്
ഒത്തിരി തിന്മകൾ ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കുന്നു. ഇന്ന് ആളുകളില് ഞങ്ങളുടെ അനേക മക്കളെ അടിമപ്പെടുത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു മേഖലയാണല്ലോ കർത്താവേ കൊറിയൻ പിശാച്, കൊറിയൻ ഡ്രാമ, കൊറിയൻ ബാൻഡ്, കൊറിയൻ സൗന്ദര്യ വസ്തുക്കള്, കൊറിയൻ സംസ്കാരം, കൊറിയക്കാര് പിള്ളേരുമായിട്ടുള്ള വേണ്ടാത്ത പ്രേമ ബന്ധങ്ങള്. കർത്താവേ, അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചികമായ നിഗൂഢമായ പ്രവർത്തനങ്ങളെ, പ്രസ്ഥാനങ്ങളെ കർത്താവേ ഞങ്ങൾ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക മക്കൾ നശിച്ചു പോയി. പല മക്കളും ആത്മഹത്യ ചെയ്തു. പല മക്കളും അടിമപ്പെട്ട് കിടക്കുന്നു. പല മക്കളും കൊറിയൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് അടിമപ്പെട്ട് പൈസ മുടക്കി കർത്താവെ പല മക്കളും വികൃതങ്ങളായിട്ട് മാറിപ്പോയി. മുഖം കരിക്കട്ട പോലെ കരിവാഴ്ച പോയ മക്കള് കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകിയ ശരീരം, അങ്ങ് നൽകിയ തൊലി, അങ്ങ് നൽകിയ കളറ് കർത്താവെ അതൊക്കെ അംഗീകരിച്ച് അതിനെ സ്വീകരിച്ച് നന്ദി പറഞ്ഞ് ദൈവാലയങ്ങളെ പോലെ വിശുദ്ധിയില്, ചൈതന്യത്തില്, കൃപയില് ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ കൃപ നൽകണമേ. മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുന്ന സൗന്ദര്യവർദ്ധകമായ ഒത്തിരിയേറെ പ്രവൃത്തികള് കർത്താവെ ശരീരം പ്രദർശിപ്പിക്കാനുള്ളതല്ല. അനേക മക്കൾക്ക് മെച്ചമായി നോക്കാനും കാണാനും പ്രദർശിപ്പിക്കാനുമുള്ളതല്ല. ഈ സത്യം ഞങ്ങളുടെ മക്കൾക്ക് കർത്താവെ അങ്ങയുടെ പ്രകാശത്തെ നൽകണമേ. അനേക മക്കള് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി എന്ന പോലെ ജീവിച്ച് ലക്ഷങ്ങൾ മുടക്കി കർത്താവ് കിട്ടുന്നത് മുഴുവൻ അതിനുവേണ്ടി ചെലവഴിക്കുന്ന മക്കൾ ഒത്തിരി. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ അറിയട്ടെ കർത്താവെ, ഞങ്ങളുടെ മക്കള് അങ്ങയുടെ ആലയങ്ങളാണ്, അങ്ങയുടെ ശരീരമാണ്, സ്വർഗത്തിൽ പോയ ശരീരമാണ്. അതോടൊപ്പം തന്നെ കണ്ണി കണ്ടവന്മാർ അനുഗമിക്കേണ്ടവരല്ല, അതിന്റെ പേരിൽ പ്രേമത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടവരല്ല. ആരെയും അനുകരിക്കാതെ വിശുദ്ധരെ കണ്ട് അനുകരിച്ച് സ്വർഗത്തെ കണ്ട് സ്വന്തമാക്കി ഈശോയെ അങ്ങയിൽ ജീവിക്കുവാൻ ഇടയാക്കണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, ഒത്തിരി വശീകരണങ്ങള്, ഒത്തിരി ദുർമാതൃകകള്, ഒത്തിരി പ്രലോഭനങ്ങള് നമ്മുടെ മക്കൾക്ക് ചുറ്റും ഇങ്ങനെ വലയം ചെയ്യുമ്പോൾ കൂട്ടുകെട്ടിന്റെ സ്വാധീനവും ഒത്തിരി പ്രലോഭനങ്ങളും നമ്മുടെ മക്കളെ നിലക്ക് വീഴ്ത്തിക്കളയുന്നുണ്ട്. കർത്താവെ, ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുക. ഇതിൽ പങ്കെടുക്കുന്ന മക്കള് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഈ ശുശ്രൂഷയും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മക്കൾക്കത് കാണിച്ചു കൊടുക്കണം, അവർ കാണാൻ പറയണം. ഈ സത്യങ്ങൾ മക്കൾ അറിയണം. നിങ്ങൾ അനേക മക്കൾക്ക് ഷെയർ ചെയ്യണം. അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ആനുകാലികമായ ചില ആത്മീയമായ മേഖലകൾക്കാണ്. അതുകൊണ്ട് ഇതെല്ലാവരും അറിയണം. നമ്മുടെ മക്കൾ നശിച്ച് എൻ്റെ കുടുംബത്തില് അത് കയറി പറ്റാതിരിക്കണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനേക മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അനേക പേര് പ്രാർത്ഥിക്കട്ടെ മക്കൾക്ക് വേണ്ടി. പിന്നെ മക്കള് നശിച്ചു കഴിയുമ്പോ എണ്ണിപ്പറക്കി എന്തോരം പേരെ വിളിക്കുന്നറിയോ. ഇതുപോലെ നശിച്ചു പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, പഠനം മുടങ്ങിപ്പോയി ഒത്തിരി നശിച്ചു പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും വീണ്ടും അച്ഛൻ പറയാ, ശുശ്രൂഷ നിങ്ങൾ അനേകം പേർക്ക് പങ്കുവെച്ചു കൊടുക്കണം. ഞാൻ ഈ ദിവസങ്ങൾ ശ്രദ്ധിച്ചപ്പോ ഒത്തിരിയേറെ പേര് കുറവാ. പെരുന്നാൾ ആഘോഷം, പിന്നെ പല പല ആഘോഷങ്ങളാ. പ്രിയപ്പെട്ട മക്കളെ, മക്കൾ നശിച്ചു പോകുമ്പോ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാണ്ട് അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാതിരുന്നാൽ കർത്താവിന്റെ വലിയ ശിക്ഷ നമുക്ക് വരും, ഉറപ്പാ. പിശാചാർന്ന സിംഹത്തെ പോലെ മക്കളെ പിടിച്ചുകൊണ്ട് പോകുമ്പോ പ്രാർത്ഥിക്കേണ്ട മാതാപിതാക്കളും മക്കളും പ്രാർത്ഥിക്കാതെ മക്കളെ അവർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശുശ്രൂഷ വിലമതിച്ച് ഇത് ഈ വക ബോധ്യങ്ങള്, സത്യങ്ങള്, അപകടങ്ങള് അറിഞ്ഞ് അതിനുവേണ്ടി കൊട്ടകെട്ടി പ്രാർത്ഥിക്കണ്ടേ. അതുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷ അനേകം പേർക്ക് പങ്കുവെച്ചു കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അനേകം പേരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക. മക്കൾക്ക് വേണ്ടി ഇത്ര നാളായി നമ്മൾ ശുശ്രൂഷ തുടങ്ങിയിട്ട്. അതുകൊണ്ട് അത് അതിശക്തമായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. അതുകൊണ്ട് ദൈവം ഇതെല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുക. പങ്കുവെച്ച് കൊടുക്കുന്ന മക്കളെ പ്രത്യേക ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി തിരിച്ചറിവോടെ അപകടകരമായ മേഖലകൾ മനസ്സിലാക്കി അതിനു വേണ്ടി കോട്ടകെട്ടി സംരക്ഷണം ഏർപ്പെടുത്തി പ്രാർത്ഥിക്കാൻ ദിവ്യകാല സ്ഥാനത്ത് നമുക്ക് സാധിക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. കർത്താവേ, അങ്ങയുടെ മക്കളെയും ഞങ്ങളുടെ മക്കളെയും നശിച്ചു പോകാതെ ഈ തിന്മയിൽ നിന്നൊക്കെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ മക്കളെ, പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും വരങ്ങളും ചൊരിഞ്ഞ് ഈ വക പിശാചിനെ പിടിപ്പെടാതെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഒതുങ്ങി പിടിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ആശീർവാദം സ്വീകരിച്ച മക്കളെ ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മക്കളെ, ഈ ഒരു ശുശ്രൂഷ, ഈ ഒരു മേഖല അനേക മക്കൾക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി പറഞ്ഞു കൊടുക്കണം, അയച്ചു കൊടുക്കണം. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇത് അതിപ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല. അതുകൊണ്ട് ദൈവവേദ നിങ്ങൾ ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് പങ്കുവച്ചു കൊടുക്കുക. അനേക മക്കൾ ഇതിലൊക്കെ പ്രാർത്ഥിക്കട്ടെ, നിരന്തരമായി പ്രാർത്ഥിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.